ഈ ഒരു സെനാറിയോ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മരുഭൂമി, ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കുറച്ച് ആൾക്കാര് അവിടെ പെട്ടുപോകുന്നു. അതും അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നടന്ന് ഏകദേശം ഒരു വഴിവക്കിലെത്തി. ഓക്കെ. ആ വഴിവക്കില് കുപ്പിയും വെള്ളവും സെല്ല് ചെയ്യുന്ന ഒരാൾ അവിടെ ഇരിക്കുവാണ്. ഈ പണക്കാരുടെ കയ്യിലാണെങ്കിലോ നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ ദാഹിച്ച് വരണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോ ഈ വഴിവക്കത്തിൽ ഇരിക്കുന്ന ആ കച്ചവടക്കാരൻ ഈ കയ്യിലിരിക്കുന്ന ഓരോ കുപ്പി വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 രൂപ അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ. അപ്പോൾ 10 രൂപയുടെ വെള്ളം അത് ഇനിയിപ്പം വേണമെങ്കിൽ 10 രൂപയുടെ വെള്ളം അത് കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഒരു 15 രൂപയ്ക്കോ 20 രൂപയ്ക്ക് വേണമെങ്കിൽ വിൽക്കാം. അങ്ങനെ വിറ്റാൽ പോലും ഈ വന്ന പണക്കാർ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യും. കാരണം വെച്ചെന്നാൽ അത്രയും ദാഹമുണ്ട്, അത്രയും ആവശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ 10 രൂപയ്ക്ക് വിൽക്കേണ്ട വെള്ളം ഏറ്റവും അവസാനം ഈ കച്ചവടക്കാരനാണെങ്കിൽ അവർക്ക് 5 രൂപയ്ക്ക് ഓഫർ ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. അത് കുറച്ചിട്ട് പിന്നെയും അവിടെ സംസാരം വന്നിട്ട് അത് കുറച്ച് ഏറ്റവും അവസാനം ഒരു 3 രൂപ 2.5 രൂപയ്ക്ക് വിൽക്കുന്ന അവസ്ഥ എത്തുന്നു. ഇത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സെയിൽസ് അവസ്ഥ. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. നമ്മുടെ പ്ലെയേഴ്സ് നമ്മൾ ഒത്തിരിയധികം പൈസ കൊടുത്തിട്ടാണ് പ്ലെയേഴ്സിന് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്നത്. ഇപ്പം ഹാരി മഗ്വാർ ആയാലും വലിയ പൈസ 85 മില്യൺ കൊടുത്ത് വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം പോൾ പോഗ്ബയൊക്കെ വരുന്നത് പറഞ്ഞാൽ അത്രയും ഹെവി എമൗണ്ടിലാണ്. പിന്നെ നമ്മുടെ അറിയാലോ ആന്റണി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ 85 90 മില്യൺ എമൗണ്ട് വരുന്നു. പിന്നെ റാസ്മസ് ഹോയിലിൻ്റെ ഒക്കെ 72 മില്യൺ അങ്ങനത്തെ വലിയ വലിയ എമൗണ്ടിനാണ് നമ്മൾ ഈ പ്ലെയേഴ്സിനെയൊക്കെ എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ കളിച്ച് ഒന്ന് മയപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഇതുമായിട്ടൊന്നും പോരാതെ വരുന്നു പോരായ്മ കാണിച്ചിട്ട് അവർക്കത് ടീം വിട്ടു പോകേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഇവരെ ഏറ്റവും അവസാനം വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ എമൗണ്ടിനാണ് വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൈറാക്കി അതിപ്പോൾ മുമ്പ് ഗ്ലേസേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയോസിൻ്റെ അണ്ടറിൽ വരുന്ന ഈ മാനേജ്മെന്റ് ആണെങ്കിലും ഒരു മരുഭൂമിയിൽ പോലും വെള്ളം വിൽക്കാനായിട്ട് അതും പ്രോഫിറ്റിന് വിൽക്കാനായിട്ട് കഴിയാത്ത ആൾക്കാരാണ് നമ്മുടെ മാനേജ്മെന്റിനുള്ളത്. സോ ഈ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചെൽസി ചെൽസി എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ തൊട്ടാൽ പ്രോഫിറ്റ് ആണ്. എന്താ പറയുക വില ഇല്ലാത്ത സാധനം അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റിന് വിൽക്കും. ഒരു ബിസിനസ് നടത്തുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെയിൽസ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള സെയിൽസ് ചെയ്യുക പ്രോഫിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ അടിത്തറ തന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അടിത്തറയില്ല. നമ്മൾ ഒരിക്കലും ഒരു പ്ലെയറിനെ ഒരു നല്ലൊരു എമൗണ്ടിന് വിൽക്കുന്ന അല്ലെങ്കിൽ നല്ല ഹൈ പ്രോഫിറ്റിന് വിൽക്കുന്നതായിട്ടൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എമൗണ്ടിന് വിറ്റിട്ടുള്ള താരം എന്ന് പറഞ്ഞാൽ ഗാനാച്ചോ പ്രത്യേകിച്ച് നമ്മുടെ അക്കാഡമി പ്ലെയർ ആണ്. അപ്പോൾ അത് കാരണമാണ് പ്യുവർ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഗ്രീൻവുഡും പിന്നെ മെക്ടോമിനി ഇവരെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ നമ്മുടെ ടീമിൽ കളിച്ചതിന് ശേഷം പോയി മറ്റു ടീമുകളിലേക്ക് പോകുന്നതാണ്. ഓക്കെ. ആ സമയത്ത് ഗാർനാച്ചോനെ ചെൽസി എടുത്തു. ഒരു ഇയർ അവർ ടീമിൽ കളിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ടീമിൽ പോലും സ്ഥാനമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വന്ന് പോകുന്നു. ആൻഡ് അവർക്ക് അവസാനം അവന് വേണ്ട ഒരു താല്പര്യം ഇല്ലാതെ അവരത് ആസ്റ്റൺ വില്ലേക്ക് കൊടുക്കുവാണ്. സാധാരണ ഇതിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ 40-ന് വാങ്ങിച്ച പ്ലെയറിന് ഇത്രയും പോരായ്മ കളി കൊള്ളത്തില്ല എന്നുള്ളത് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അവനെ വിൽക്കാൻ പോകുന്ന പറഞ്ഞാൽ ഒരു 20 മില്യൺ മാക്സിമം ഒരു 25 മില്യൺ ആയിരിക്കും വിൽക്കുന്നത്. പക്ഷേ ഇവിടെ അവർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഇന്ന് വിത്ത് ആഡ് ഓൺസ് എല്ലാം കൂടെ അവർ 40 മില്യൺ വാങ്ങിച്ചു. അവർ അതൊരു 43 മില്യൺ ഒരു പ്രോഫിറ്റ് ആക്കിയിട്ടാണ് കൊടുത്തത്. പ്ലസ് അഡീഷണൽ എന്താ പറയുക ഈ വേജസ് അത് ആസ്റ്റൺ വില്ലയാണ് അത് ബെയർ ചെയ്യുന്നത്. സോ അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കിയാൽ അവരും ഇതാണ് അക്കാഡമി ഗ്രാജുവേറ്റ്സിനെയൊക്കെ വലിയ രീതിയിലാണ് അവർ സെല്ല് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കോൾ പാമർ അവിടെ കളിച്ചതെന്ന് പറഞ്ഞാൽ ആകെ വളരെ കുറച്ച് കളികൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അവിടെ നിന്നിട്ടാണ് അവർ ഏകദേശം 42-45 മില്യന് ചെൽസിക്ക് വിൽക്കുന്നത്. അപ്പം പാമറിനെ കുറിച്ചൊന്നും ആർക്കൊന്നും വലിയ പരിചയം പോലും ഇല്ല. അതേപോലെ അവരുടെ ടീമിൽ ഈ അക്കാഡമി ഗ്രാജുവേറ്റ്സ് ഒക്കെ കുറച്ച് പേര് ജസ്റ്റ് വന്നിട്ട് ഒരു സീസണിൽ 2-3 കളി കളിച്ചിട്ട് പോകുന്നു. അവരെ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 25-30 മില്യൺ വിൽക്കുന്നു. നമ്മളിപ്പോൾ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ടിനാണ്. അപ്പം എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ വിറ്റു. ദാറ്റ് ഈസ് റാഡക് വിറ്റെക്. കഴിഞ്ഞ സീസണിൽ കവൻട്രി സിറ്റിയുടെ ഗോൾ കീപ്പർ ആയിരുന്നു. 12 ക്ലീൻ ഷീറ്റ്സ് ഒക്കെ നേടിയിട്ട് ആ ചാമ്പ്യൻഷിപ്പിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ പ്ലസ് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ സീസൺ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഗോൾ കീപ്പറിനാണ് ആ ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ വളരെയധികം ടഫ് ഗെയിംസ് നടക്കുന്ന ഒരു ലീഗാണ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് വാങ്ങിച്ചിട്ട് ഒരു ഗോൾ കീപ്പർ. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലോണിൽ വിട്ട ഒരു പ്ലെയർ ആയിരുന്നു. അവർ തിരിച്ചതിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ പ്ലെയറിന് വിറ്റ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിയർ 7 മില്യൺ.
ഒരു 7 മില്യണിന് മാത്രമാണ് ഈ മിഡിൽസ്ബറോന് നമ്മൾ പ്ലെയറിന് വിറ്റത്. പിന്നെ അഡീഷണൽ ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ. ആഡ് ഓൺസ് നമ്മൾ അധികം അങ്ങനെ കൂട്ടേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം പെർഫോമൻസ് ബേസ്ഡ് ആഡ് ഓൺസ് ആണ്. അപ്പം അതൊക്കെ എത്തി വരിക, അതിൻ്റെ അകത്ത് നിന്നൊക്കെ റവന്യൂ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ചടങ്ങായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ ഈ ഇത്രയും എമൗണ്ട്, ചെറിയ എമൗണ്ട് 7 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് എങ്ങനെയാണ് ഇതേപോലത്തുള്ള ഒരു പ്ലെയർ നമുക്കത് ആ ഒരു ചെറിയ എമൗണ്ടിന് വിൽക്കാനായിട്ട് നമ്മൾക്ക് നോക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യം. ആൻഡ് പിന്നെ നമുക്ക് അഡീഷണൽ ആഡ് ഓൺ ഇതെന്തോ ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ബൈ ബാക്ക് ക്ലോസും പിന്നെ അതിനുശേഷം പ്രോഫിറ്റിന്റെ ഒരു എത്ര പെർസെൻറ്റേജ്, 20% 30% ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് വരുന്നൊരു കാര്യമാണ്. ബട്ട് വൈ നോട്ട്, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഡോണി വാൻ ബീക്ക് വാൻ ബീക്ക് ആണെങ്കിൽ നമുക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചത് ഏകദേശം 42 മില്യൺ ഒക്കെ ആയിരുന്നു. അപ്പം ആ സമയത്ത് നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ഒരു പ്ലെയർ, മെക്ഫ്രഡ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെക്ടോമിനിയും ഫ്രെഡും ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഡോണി വാൻ ഡെ ബീക്കിന് വലിയ ചാൻസസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് വാൻ ഡെ ബീക്കിനെ നമ്മൾ സെല്ല് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും അതേ കണക്ക് 2 മില്യണോ എത്രയോ തുച്ഛമായിട്ടുള്ള തൂക്കി വെക്കുന്ന രീതിയിലാണ് നമ്മൾ പ്ലെയേഴ്സിനെ സെയിൽ ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫർ മൊത്തത്തിലുള്ള ഒരു വിൻഡോനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. വി ആർ നോട്ട് ഏബിൾ ടു മേക്ക് സെയിൽസ്. ചെൽസിയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലെയറിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രോഫിറ്റിനെ വിൽക്കത്തുള്ളൂ. വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെയിൽസ് ടീം ഉള്ളതെന്ന് പറഞ്ഞാൽ ചെൽസിക്കാണ്. അവർ പ്ലെയേഴ്സിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വിത്ത് പ്രോഫിറ്റ്, അതല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലവാക്കാൻ പറ്റുന്നത്. ഇപ്പം എൻസോ ഫെർണാണ്ടസിനൊക്കെ ആണെങ്കിലും 100+ മില്യൺ, പിന്നെ അതിനുശേഷം നമ്മുടെ കേസിഡിനൊക്കെ 105 മില്യൺ. ഇപ്പം അത്രയും കൂടുതൽ പൈസ മുടക്കിയിട്ടാണ് അവർ ബെസ്റ്റ് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഈ സെയിൽസ് എന്ന് പറയുന്ന സംഭവം. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ പൈസ മുടക്കാനേ പറ്റുന്നുള്ളൂ. ആൻഡ് വി ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് മണി. സെയിൽസിലൂടെ നമുക്ക് പൈസ സമ്പാദിച്ചാലേ, അല്ലെങ്കിൽ അത് അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത പ്ലെയേഴ്സിന് കൂടുതൽ പൈസയുള്ള, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക, നല്ല എലീറ്റ് ലെവൽ പ്ലെയേഴ്സിനെ നമ്മുടെ ടീമിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ വി ആർ നോട്ട് ഡൂയിങ് ദറ്റ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞു പറഞ്ഞാൽ ഹാരി അമാസ് ആണെങ്കിൽ ഷെഫീൽഡ് വെനസ്ഡേക്ക് വേണ്ടിയിട്ട് അവരുടെ ചാമ്പ്യൻഷിപ്പ് ടീം അവിടെ അവർക്ക് വേണ്ടി കളിച്ചാണ്. അവരുടെ ടീമിൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ഇത് കിട്ടി. പക്ഷേ അവരുടെ ടീം റെലഗേറ്റഡ് ആയി പോയി. ബട്ട് ഹി വാസ് ദ ബെസ്റ്റ് പ്ലെയർ ആൻഡ് ഹി ഹാഡ് എ ഗുഡ് ഔട്ടിംഗ്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വില ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ ജസ്റ്റ് 6 മില്യൺ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അക്കാഡമി പ്രോഡക്റ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ കളിച്ചു. പിന്നെ അത്യാവശ്യം ടാലൻ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. നല്ല പെർഫോമറാണ്, നല്ല ഒരു പ്ലെയർ തന്നെയാണ് ഹാരി അമാസ്. അപ്പം അമാസിനൊക്കെ വിട്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഇതാണ്, ഒരു 6 മില്യൺ പൗണ്ടിനാണ് അവർ വിട്ടിരിക്കുന്നത്. അത് തന്നെ കിട്ടിയാൽ, അപ്പം ആലോചിച്ച് നോക്കിയാൽ ഒരു പ്ലെയറിനെ എടുക്കാൻ വരുന്ന ടീം, അപ്പോൾ അവർക്ക് ഇതൊരു കാര്യം ഓൾറെഡി സെറ്റായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇന്ന് പ്ലെയേഴ്സിനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒന്ന് നെഗോഷിയേറ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ അവർ അതിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാ ക്ലബ്ബുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏതെങ്കിലും പ്ലെയറിനെ വിൽക്കാൻ നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് കിട്ടുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏതെങ്കിലും പ്ലെയറിനെ ബൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ടീമുകൾ എന്ന് പറഞ്ഞാൽ ആ പൈസ ഏറ്റവും കൂട്ടി വെച്ചിരിക്കും. കാരണം ദർ ആർ സംതിങ് ലൈക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബൈ, അപ്പം ഈ പ്ലെയറിന് കുറച്ച് അധികം എമൗണ്ട് ഇട്ടാലും യുണൈറ്റഡ് വാങ്ങിക്കും എന്നുള്ളൊരു ഇത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കുറച്ചൊക്കെ മാറി. വി ആർ നോട്ട് ഗോയിങ് ഫോർ അത്രയും ഹെവി എമൗണ്ട് ഉള്ള ഇതല്ല, പക്ഷേ പ്ലെയേഴ്സിന് വാല്യൂ അനുസരിച്ചുള്ള ഇത് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രം ആ രീതിയിലാണ് നമ്മളിപ്പം ബൈ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ട്രാൻസ്ഫറിനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞാൽ സെയിൽസ് ആണ്. ഈ സീസണിൽ നമുക്ക് ഇതുവരെയും ഒരു പ്രോപ്പറായിട്ടുള്ള സെയിൽസ് നടക്കുന്നില്ല. വൈ നോട്ട്? സെർക്സിയും പിന്നെ അതിനുശേഷം ആരൊക്കെയോ നമുക്ക് നമ്മുടെ ടീമിൽ നിന്ന് പോകാനായിട്ടൊക്കെ, ഉഗാട്ടെ പിന്നെ പരുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നതെന്ന് പറയാം. പക്ഷേ ഇതേപോലത്തുള്ള ഒത്തിരി പ്ലെയേഴ്സ് ടീം വിട്ട് പോയിട്ട് നമ്മളൊരു റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ അങ്ങനെ ടീം റീവാമ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സെയിൽസ് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, ലൈക്ക് വി ആർ ഗോയിങ് ടു ഹാവ് എ ഡിസാസ്ട്രസ് ട്രാൻസ്ഫർ വിൻഡോ. കാരണം വി നീഡ് മോർ പ്ലേയേഴ്സ്. ഇനി 2-3 പ്ലേയേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ സ്റ്റിൽ വി ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇറ്റ്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വിൻഡോ നമുക്ക് കൂടുതൽ പ്ലേയേഴ്സ് വരും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അത് മാത്രമേ ഉള്ളൂ. ആൻഡ് പിന്നെ അതിനുശേഷം എന്താ പറയുക, പ്ലെയേഴ്സിൻ്റെ ഈ ഒരു സെയിൽസ് ഇല്ലാത്തത് കൊണ്ട് ലൈക്ക് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. എല്ലാവരും ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് പ്ലെയേഴ്സ് പോകുമോ വരുമോ എന്നൊന്നും ആർക്കും അറിയാത്ത ഒരു അവസ്ഥയാണ്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ പെട്ടെന്ന് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യണം തോന്നി. ലൈക്ക് വൈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? നമ്മുടെ പ്ലെയേഴ്സിന് എന്താ ആർക്കും, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ, നമ്മുടെ ടീം ഒരു പ്രോപ്പർ വാല്യൂ സെറ്റ് ചെയ്തിട്ട് ആ വാല്യൂവിന് എന്തുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാത്ത കാര്യമാണ്. സോ വാട്ട് ഡു യു തിങ്ക്? ഈ ഒരു പ്ലെയർ സെയിൽസിൻ്റെ അകത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ കാണിക്കുന്ന കാര്യം, സോ ലൈക്ക് അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, പിന്നെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.